3 പ്ലസ് റൂട്ട് 8 പ്ലസ് 1/3 മൈനസ് റൂട്ട് 8 മൈനസ് 6 പ്ലസ് 4 റൂട്ട് 2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് 1/3 മൈനസ് റൂട്ട് 8. ഇപ്പോൾ എന്താണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് താഴെ ഒരു സംഖ്യ, ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ, ഇതേപോലെ 3 മൈനസ് റൂട്ട് 8 അല്ലെങ്കിൽ 2 പ്ലസ് റൂട്ട് 3 എന്തോ ആയിക്കോട്ടെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ റാഷണലൈസ് ചെയ്ത് കറക്റ്റായിട്ട് എഴുതുന്നതെന്ന് നോക്കാം. എന്താണ് ഡിനോമിനേറ്റർ ഉള്ളത് മുകളിലേക്ക് എഴുതുക. മുകളിൽ എഴുതുമ്പോൾ എന്ത് പറ്റും? സിമ്പൽ മാറ്റി എഴുതുക. സിമ്പൽ ഓപ്പോസിറ്റ് സിമ്പൽ എഴുതുക. ഇവിടെ എന്താവും? ഈ മൈനസ് എന്നുള്ളത് പ്ലസ് ആകും. 3 പ്ലസ് റൂട്ട് 8 ആകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ എന്ത് വരും? താഴത്തെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആ 3 സ്ക്വയർ മൈനസ് റൂട്ട് 8 സ്ക്വയർ വരും. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. റൂട്ട് 8ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അപ്പോൾ എത്ര വരും? 9 മൈനസ് 8 1 അല്ലേ? അപ്പോൾ എന്താണ്? 3 പ്ലസ് റൂട്ട് 8 തന്നെയാണ്. അപ്പം എന്ത് വന്നാലും 3 മൈനസ് റൂട്ട് 8 അല്ല, താഴെ ഇപ്പം 2 പ്ലസ് റൂട്ട് 3 വന്നാൽ എന്ത് ചെയ്യും? അത് അപ്പം 1/2 പ്ലസ് റൂട്ട് 3 ആണെന്നിരിക്കട്ടെ. ഇതിനെങ്ങനെ നമുക്ക് എഴുതാം? 2 പ്ലസ് റൂട്ട് 3 മുകളിൽ പോകുമ്പോൾ എന്താകും? 2 മൈനസ് റൂട്ട് 3 ആകും. 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. റൂട്ട് 3യുടെ സ്ക്വയർ എത്രയാണ്? 3 ആണ്. അപ്പോൾ എത്രയായി ഉത്തരം? 2 മൈനസ് റൂട്ട് 3 ആയി ഉത്തരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറേഞ്ച് ചെയ്ത് തരണമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൻ്റെ ബാക്കി ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/3 മൈനസ് റൂട്ട് 8നെ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 പ്ലസ് റൂട്ട് 8 എന്ന് തന്നെ കിട്ടി. ഇനി എളുപ്പമല്ലേ ചെയ്യാൻ? 3 പ്ലസ് റൂട്ട് 8 പ്ലസ് 3 പ്ലസ് റൂട്ട് 8 മൈനസ് 6 പ്ലസ് 4 റൂട്ട് 2. ഇപ്പം എന്ത് ചെയ്യും? 3 പ്ലസ് റൂട്ട് 8 പ്ലസ് 3 പ്ലസ് റൂട്ട് 8 മൈനസ് 6. ഈ മൈനസ് പ്ലസ് കൊണ്ട് എന്താവും? മൈനസ് ആകും. 4 റൂട്ട് 2 ആകും. ഈ 3 പ്ലസ് 3 എത്രയാണ്? 6 ആണ്. 6 കൊണ്ടൊരു മൈനസ് 6 കൊണ്ട് എന്തായി? കട്ട് ചെയ്ത് പോയി. ഇനി റൂട്ട് 8 പ്ലസ് റൂട്ട് 8 എത്രയാണ്? 2 റൂട്ട് 8 ആണ്. മൈനസ് 4 റൂട്ട് 2 ആണ്. 2 റൂട്ട് 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് 32 ആണ്. അത് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 റൂട്ട് 8 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2 എന്ത് ചെയ്യും? റൂട്ടിനകത്തേക്ക് വരുമ്പോൾ എന്താകും? അത് 4 ആകും. കാരണം റൂട്ട് 4 അല്ലേ 2 എന്ന് നമുക്ക് വെളിയിലെടുത്ത് എഴുതാൻ പറ്റൂ. ഇപ്പോൾ ഈ 2 റൂട്ടിനകത്ത് വരുമ്പോൾ അത് 4 ആകും. 4 × 8 32 ആണ്. ഇനി 4 റൂട്ടിന് വെളിയിലാണ് കിടക്കുന്നത്. റൂട്ടിനകത്ത് വരുമ്പോൾ എന്താകും? അത് 16 ആകും. 16 × 2 എത്രയാണ്? റൂട്ട് 32 തന്നെയാണ്. റൂട്ട് 32 മൈനസ് റൂട്ട് 32 എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി 0 ആണ്. ദ വാല്യൂ ഓഫ് 3 റൂട്ട് 2 പ്ലസ് 2 ഇൻറ്റു 3 റൂട്ട് 2 മൈനസ് 2 ബ്രാക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട് അവിടെ, ഓഫ് 13 പ്ലസ് 15. എന്താണ്? ബോർഡ് മാസ് റൂൾ അറിയാമെന്ന് വിചാരിക്കും. എന്താണ്? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. ബ്രാക്കറ്റിലുള്ളത് തന്നെ എന്താണ്? പ്രിഫറൻസ് ഉണ്ടോ? ഓഫ് ആയിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഡിവിഷൻ, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് അഡീഷൻ, അത് കഴിഞ്ഞ് സബ്ട്രാക്ഷൻ. അറിയാമെന്ന് വിശ്വസിക്കുന്നു. ബോർഡ് മാസ് റൂൾ ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 3 റൂട്ട് 2 പ്ലസ് 2 ഇൻറ്റു 3 റൂട്ട് 2 മൈനസ് 2. നമ്മൾ എവിടെയെങ്കിലും ഈ ഒരു ഫോം പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താണ്? എ പ്ലസ് ബി, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിലെ എ എത്രയാണ്? 3 റൂട്ട് 2 ആണ്. 3 റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3യുടെ സ്ക്വയർ 9 ആണ്. റൂട്ട് 2ൻ്റെ സ്ക്വയർ 2 ആണ്. അപ്പം 3 റൂട്ട് 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 18 ആണ്. നമ്മൾ എ സ്ക്വയർ എഴുതി. മൈനസ് ഇനി ബി എത്രയാണ്? 2 ആണ്. അപ്പം ബി സ്ക്വയർ എന്ന് പറയുമ്പം 4 ആണ്. അത് എത്രയും നമുക്ക് കിട്ടി? 14 എന്ന് കിട്ടി. അപ്പം 14 ഓഫ് ആണ് വന്നിരിക്കുന്നത്. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഓഫ് വന്നാൽ ഓഫിനാണ് ഡിവിഷനേക്കാളും പ്രിഫറൻസ് കൊടുക്കേണ്ടത്. എന്താണ്? 14 ഇൻറ്റു 13 പ്ലസ് 15. ഇതാണെന്ത്? നമ്മുടെ ഇവിടുത്തെ ഉത്തരം. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 14നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം 15 കൊണ്ട് കൂട്ടും. എന്നിട്ട് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതുന്നത്. പക്ഷെ നമ്മളെന്താണ്? യൂണിറ്റ് ഡിജിറ്റ് പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും യൂണിറ്റ് ഡിജിറ്റിൻ്റെ ഉപകാരം എന്താണെന്ന് നോക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. 4 × 3 മൾട്ടിപ്ലിക്കേഷനല്ലേ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 14 × 13 ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 4 × 3 ആണ്. അപ്പം യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. ഇങ്ങോട്ട് എത്രയും വന്നോട്ടെ, 2 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 15 കൂട്ടുകയാണ്. അപ്പോൾ 5ൻ്റെ 2 കൂടെ അല്ലേ നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്? 7 ആണ് വരുന്നത്. അപ്പം യൂണിറ്റ് ഡിജിറ്റ് 7 വരുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ഉണ്ടെങ്കിലേ നമ്മൾ അടുത്ത വഴിയിലേക്ക് പോകാവുക. ഇവിടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ യൂണിറ്റ് ഡിജിറ്റ് 7 വരുന്നത്. ഏതാണ്? ഓപ്ഷൻ എ 197 ആണ്. അപ്പം നമ്മുടെ ഉത്തരം ഏതാണ്? 197 ആണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. 14നെ 13 കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ 15 കൂട്ടി നോക്കാം. അപ്പോഴും എത്ര തന്നെ കിട്ടൂ? 197 കിട്ടൂ. അപ്പം യൂണിറ്റ് ഡിജിറ്റിൻ്റെയും അതുപോലെ തന്നെ ഡിവിസിബിലിറ്റി റൂളിൻ്റെയൊക്കെ ഉപകാരം ഇതാണ്. നമുക്ക് പെട്ടെന്ന് ഓപ്ഷനിൽ നിന്നും ഉത്തരം എഴുതാൻ പറ്റും. മൾട്ടിപ്ലൈ ചെയ്തൊന്നും നോക്കാതെ തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്നും പെട്ടെന്ന് ഉത്തരം കിട്ടും. Find the value of
2 plus root 5 the whole raised to 4 minus 2 minus root 5 the whole raised to 4. അപ്പോൾ എന്താണ് 2 plus root 5 2 minus root 5 a plus b a minus b. അപ്പോൾ എന്താണ് a plus b ഇൻറ്റു a minus b ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമുക്കത് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താണ് മൈനസ് അല്ലേ സിമ്പിൾ കിടക്കുന്നത്. അപ്പോൾ അതല്ല. a plus b the whole square നമുക്കറിയാം, a minus b the whole square നമുക്കറിയാം. അപ്പോൾ ഇവിടെ a plus b the whole raised to 4 ആണ് കിടക്കുന്നത്. അതിനെ എന്ത് ചെയ്യാം? നമുക്ക് ആ രീതിയിൽ എഴുതാൻ പറ്റും. കാരണം എന്താണ് 2 plus root 5 the whole square the whole raised to 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 plus root 5 the whole raised to 4 ആണ്. നമ്മൾ പഠിച്ചതാണ് a raised to m the whole raised to n. ഇത് m ഇത് n. a raised to m the whole raised to n is equal to a raised to m into n എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ 2 plus root 5 square the whole raised to 2 minus 2 minus root 5 square the whole raised to 2. ഇതെന്താണ് 2 plus root 5 the whole raised to 4 minus 2 minus root 5 the whole raised to 4 തന്നെയാണ്. ഇനി 2 plus root 5 the whole square എത്രയാണ്? a plus b the whole square. a square 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. പ്ലസ് ബി സ്ക്വയർ റൂട്ട് 5ൻ്റെ എത്രയാണ്? 5 ആണ്. അപ്പോൾ 4 plus 5 9 ആയി. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് 5 എത്രയാണ്? 4 റൂട്ട് 5 ആണ്. എന്താണ് ഒരു ഹോൾ സ്ക്വയർ ഉണ്ട്. മൈനസ് ഇവിടെ എന്ത് വരും? 9 മൈനസ് 4 റൂട്ട് 5 ദ ഹോൾ സ്ക്വയർ എന്ന് വന്നു. അപ്പം അടുത്ത ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. എളുപ്പം നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണും, അല്ലെങ്കിൽ എന്താണ് മറന്നുപോയിരിക്കാം. ഒന്ന് ഓർത്തോണം. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? 4ab ആണ്. എന്താണ്? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എത്രയാണ്? 4ab ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ അതേ ഫോമിലല്ലേ വന്നിരിക്കുന്നത്. ദ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എത്രയാണ് വരുന്നത്? 4ab ആണ്. 4 ഇൻറ്റു a എത്രയാണ്? 9 ഇൻറ്റു ബി എത്രയാണ്? 4 റൂട്ട് 5. 4 റൂട്ട് 5 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു റൂട്ട് 5 എന്നാണ് അർത്ഥം. നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമ്മൾ 9 ഇൻറ്റു 4 36 ചെയ്തു. 36 ഇൻറ്റു 4 എത്രയാണ്? 144 ആണ്. 144 ഇൻറ്റു റൂട്ട് 5 എത്രയാണ്? 144 റൂട്ട് 5 ആണ്. ഇപ്പോൾ എന്താണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ എഴുതാം. പെട്ടെന്ന് ഇതിൻ്റെ ഗുണനഫലം അറിയാവുന്ന ഒരാളാണെങ്കിൽ, അതായത് 36 ഇൻറ്റു 4 കണക്കുകളൊക്കെ ചെയ്ത് പരിചയമുള്ള ഒരാൾക്കാണെങ്കിൽ എന്താണ് 36 ഇൻറ്റു 4 144 ആണെന്ന് പെട്ടെന്ന് തന്നെ കിട്ടും. പക്ഷേ എന്താണ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? 9 ഇൻറ്റു 4 36. 36 ഇൻറ്റു 4 എത്രയാണ് ചെയ്ത് കണ്ടുപിടിക്കും. 144 കിട്ടും. അങ്ങനെ 144 റൂട്ട് 5 എന്ന് ഉത്തരത്തിലേക്ക് എത്തും. പക്ഷെ എന്താണ് ഇവിടെ ഒരു 9 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി എന്താണ് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഉത്തരം. 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏതെങ്കിലും നമ്പർ ഓപ്ഷനിലുണ്ടോ നോക്കിയാൽ പോരെ. 12 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 144 ആണ്. 120 ആണോ? 96 ആണോ? അല്ല. ഏതേ ഉള്ളൂ? 144 ഉള്ളൂ. എത്രയാണ് അപ്പോൾ ഇവിടുത്തെ ഉത്തരം? 144 റൂട്ട് 5. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. If 3 root 5 plus root 125 is equal to 17.88, then find the value of root 80 plus 6 root 5. എന്താണ്? റൂട്ട് 3 റൂട്ട് 5 പ്ലസ് റൂട്ട് 125ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റൂട്ട് 80 പ്ലസ് 6 റൂട്ട് 5ൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എപ്പം നമുക്കിങ്ങനെ ഒരു വാല്യൂ ഈഫ് എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നിട്ടുണ്ട്, ആ വാല്യൂവിനെ ബേസ് ചെയ്ത് മറ്റൊരു വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു സംഖ്യയെ ഇതിൻ്റെ ഒരു ഫോമിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഈ റൂട്ട് 125 എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 5 അല്ലേ? അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അറിയാവുന്ന രീതിയിൽ അങ്ങ് ചെയ്യുക. 25 ഇൻറ്റു 5 ഇതിനെയാണ് റൂട്ട് 125 എന്ന് പറയുന്നത്. അപ്പോൾ 25നെ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ 25ന് റൂട്ട് ഉണ്ടല്ലോ, എത്രയാണ്? 5 ആണ്. ബാക്കി റൂട്ടിനകത്ത് എത്രയുണ്ട്? 5 റൂട്ട് 5 എന്നായി. അപ്പം 3 റൂട്ട് 5 പ്ലസ് 5 റൂട്ട് 5 ഈസ് ഈക്വൽ ടു 17.88 ആണ്. 3 റൂട്ട് 5 പ്ലസ് 5 റൂട്ട് 5 എത്രയാണ്? 8 റൂട്ട് 5 അല്ലേ? അപ്പം 8 റൂട്ട് 5ൻ്റെ വാല്യൂ നമുക്ക് എത്രയുണ്ട്? 17.88 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൂട്ട് 80 ആണ്. അപ്പം റൂട്ട് 80 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 ഇൻറ്റു 20 എന്ന് എഴുതാം. 20 നമുക്ക് വീണ്ടും എന്ത് എഴുതാം? 5 ഇൻറ്റു 4 എന്ന് എഴുതാം. അപ്പം 2 4 ഉണ്ട്. 4 ഇൻറ്റു 4 16 ആണ്. 16 വെളി വരുമ്പോൾ അത് 4 ആവും. റൂട്ടിന് വെളി വരുമ്പോൾ ബാക്കി എത്രയാണുള്ളത്? 5 ആണുള്ളത്. ഇനി 6 റൂട്ട് 5 ഉണ്ട്. അപ്പം 4 റൂട്ട് 5 എന്ന് കിട്ടി നമുക്ക്. റൂട്ട് 80 പ്ലസ് 6 റൂട്ട് 5 എത്രയാണ്? 10 റൂട്ട് 5 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10 റൂട്ട് 5ൻ്റെ വാല്യൂ ആണ്. നമ്മുടെ കയ്യിലുള്ളത് 8 റൂട്ട് 5ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 8 റൂട്ട് 5ൻ്റെ വാല്യൂ ഉണ്ട്. അതിനെ എന്ത് ചെയ്യുക? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് 5ൻ്റെ വാല്യൂ കിട്ടും. അതിനെ എന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക്
10√5ൻ്റെ വാല്യൂ കിട്ടും. നമുക്കിതിനെ ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 2 കിട്ടും. പോയിന്റ് ഇവിടെ റിമൈൻഡർ എത്രയുണ്ട്? 1 ഉണ്ട്. 18-നകത്തിൽ 2 ടൈംസ് ഉണ്ട്. 16 ആണ് വരുന്നത്. റിമൈൻഡർ 2 28-നകത്തിൽ 3 ടൈംസ് ഉണ്ട്. 24 ആണ് വരുന്നത്. റിമൈൻഡർ 4 വരും. 4 0 40-ൽ 5 ടൈംസ് ഉണ്ട്. അപ്പോൾ 2.235 ഇൻറ്റു 10 എന്ന് വരും. 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്താണ്? ഒരു ഡെസിമൽ മാറ്റി ഇട്ടാൽ പോരെ. അപ്പോൾ എത്രയാണ് വരുന്നത്? 22.35 എന്ന് വരും. എന്ത് നമ്മുടെ ഉത്തരം 22.35. ഓപ്ഷൻ നോക്കിക്കേ, 22.35 ഉണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം. 22.35 ആണ് നമ്മുടെ ആൻസർ. √56+, എക്സെട്ര ഇൻഫിനിറ്റി വരെ പോവുകയാണ്. അപ്പം ഈ രീതിയിൽ ഒരു കണക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. കാരണം എന്ത് ചെയ്യുക, ഇത് ഓൾമോസ്റ്റ് ഒരു 99% ആൾക്കാർക്ക് എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അറിയായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റിയ നമ്പറാണ് ഈ റൂട്ടിനകത്ത് വരുന്നതെങ്കിൽ, അതായത് 56 നോക്കിക്കേ. 56നെ നമുക്ക് എങ്ങനെ എഴുതാം? അടുത്തടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയി എഴുതരുതോ? എങ്ങനെയാണ്? 8 × 7 ആണെന്ത് 56 എന്ന് പറയുന്നത്. 8 × 7 ആണെന്ത് 56. അടുത്തടുത്തുള്ള നമ്പേഴ്സ് അല്ലേ 8ഉം 7ഉം. ഇനി 42 ആണ് വന്നിരുന്നതെങ്കിലോ 7 × 6 അല്ലെങ്കിൽ 6 × 7. ഇതും എന്താണ്? അടുത്തടുത്തുള്ള നമ്പേഴ്സാണ്. 12 ആണെങ്കിലോ 3 × 4 ആണ്. അതും എന്താണ്? അടുത്തടുത്തുള്ള നമ്പേഴ്സാണ്. ഇങ്ങനെ അടുത്തടുത്തുള്ള നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന നമ്പറാണ് ഈ റൂട്ടിൽ വരുന്നതെങ്കിൽ വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 8 × 7. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിൾ നോക്കുക. അതിനകത്ത് എന്താണ്? പ്ലസ് ആണ്. പ്ലസ് ആണ് വരുന്നതെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ എഴുതുക. ഇനി മൈനസ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഏറ്റവും ചെറിയ സംഖ്യ എഴുതുക. അപ്പോൾ ഇവിടെ എത്രയാണ്? 56 ആണ് വന്നത്. നമുക്ക് അടുത്തടുത്ത രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. 8 × 7 എഴുതാം. സിമ്പിൾ ഏതാണ് കിടക്കുന്നത് റൂട്ടിനകത്ത്? പ്ലസ് ആണ് കിടക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ സംഖ്യ 8ഉം 7ലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 8 ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി 8 ആണ്. ഇനി √56 -√56 എന്നായിരുന്നെങ്കിലോ എന്താണ്? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 8 × 7 എന്ന് കിട്ടും. റൂട്ടിനകത്ത് ഏതാണ്? മൈനസ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ നമ്പറാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഉത്തരം എത്ര വന്നേനെയും? 7 വന്നേനെയും. പ്ലസ് ആകുമ്പം 8ഉം വരും. അപ്പോൾ അതിൽ ഏത് നമ്പേഴ്സ് ആയാലും ഇതുപോലെ അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി ഏത് നമ്പേഴ്സ് ഇതുപോലെ റൂട്ടിനകത്ത് ഇങ്ങനെ എന്താണ് ഇൻഫൈനൈറ്റ് ആയിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ എന്താണ്? സിമ്പിളാണ്. പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? വലിയ സംഖ്യ എഴുതുക. മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ ആയിരിക്കും ഉത്തരം. Solve the following: √7 + √7 + √7 എക്സെട്ര. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു എന്താണ്? തൊട്ടടുത്ത നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയാണോ വന്നിരിക്കുന്നത്? ഇനി അങ്ങനെയല്ലാത്ത കേസിൽ, അതായത് പ്രൈം നമ്പേഴ്സ് ഒക്കെ ഇതുപോലെ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നോട്ട് ചെയ്യുക. അപ്പം √A + √A + √A എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നോട്ട് ചെയ്യുക. എന്താണ്? √4A + 1. ഈ 4A + 1 എന്നുള്ളത് റൂട്ടിലാണ്. അത് കഴിഞ്ഞ് വെളിയിൽ എന്ത് ചെയ്യുക? +1/2. ഇതാണെന്ത്? അതിൻ്റെ ഇക്വേഷൻ. ഇനി നേരെ തിരിച്ച് √A - എക്സെട്ര എന്നാണ് പോകുന്നതെങ്കിൽ എന്ത് വരും? √4A + 1. ആ 4A + 1 എന്താണ്? റൂട്ടിലാണ്. ഇവിടെ മൈനസ് ആണ് സിമ്പൽ. അതുകൊണ്ട് എന്ത് ചെയ്യുക? -1/2 എന്ന് വരും. അപ്പം എന്താണ്? പ്ലസ് ആണ് വരുന്നതെങ്കിൽ, അതായത് പ്രൈം നമ്പേഴ്സ് ഇതുപോലെ വരികയാണെങ്കിൽ, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ഇതുപോലെ വരികയാണെങ്കിൽ എന്താണ്? പ്ലസ് ആണ് സിമ്പലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? √4A + 1 +1/2 ആണ് ഇക്വേഷൻ. ഇനി മൈനസ് ആണ് സിമ്പലെങ്കിൽ √4A + 1 -1/2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്തായിരിക്കും? ഇവിടുത്തെ A എത്രയാണ്? 7 അല്ലേ? അപ്പം √4A എന്ന് പറയുമ്പോൾ 4 × 7 +1. അത് കഴിഞ്ഞ് റൂട്ടിന് വെളിയിൽ ഒരു +1 ഉണ്ട്. /2 ആണ്. അപ്പോൾ 4 × 7 എത്രയാണ്? 28 ആണ്. 28 + 1 എത്രയാണ്? 29 ആണ്. അപ്പോൾ റൂട്ടിൽ എന്ത് വരും? 29 വരും. റൂട്ടിന് പുറത്തൊരു +1 വരും. /2 വരും. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ ബി 1 + √29/2. അത് തന്നെയാണ് എന്ത്? √29 + 1/2 എന്ന് പറഞ്ഞാലും. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ ബി 1 + √29/2 ആണ്. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതെങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം? ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ നോർമൽ രീതിയിൽ തന്നെ ചെയ്താൽ മതി. എന്താണ്? A + 1/b ⁻⁴. നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ക്രോസ് ചെയ്യാമല്ലോ. എന്ത് വരും? AB + 1/b ⁻⁴ എന്ന് വരും. ഇപ്പം എന്താണ്? നമുക്കിവിടെ എല്ലാ രീതിയിലുള്ളതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? AB + 1/⁴
ബി റൈസ് ടു ആർ. ഇങ്ങനെ വന്നാൽ എന്താണ് അർത്ഥം? എ ബി പ്ലസ് 1 ബൈ ബി ദ ഹോൾ റൈസ് ടു ആറിനെയാണ് നമ്മൾ ഇതുപോലെ ഇതേ രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും എന്താണ്? സെയിം തന്നെയാണ്, വാല്യൂവിലൊരു മാറ്റവും വരുന്നില്ല. ഇൻറ്റു എന്ത് വരും? ഇത് എന്താണ്? എ ബി മൈനസ് 1 ദ ഹോൾ റൈസ് ടു എസ് ബൈ എത്രയാണ്? ബി റൈസ് ടു എസ് എന്ന് വന്നു. അടുത്ത എന്ത് വരും? ഡിവൈഡഡ് ബൈ ആണ്. ഡിവൈഡഡ് ബൈ അടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? എ ബി പ്ലസ് 1 ദ ഹോൾ റൈസ് ടു ആർ അല്ലേ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? എ ബി പ്ലസ് 1 ബൈ എ ദ ഹോൾ റൈസ് ടു ആർ. അപ്പം ഡിവൈഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിൽ വരുന്ന എ എന്ത് ചെയ്യും? മുകളിൽ വരും. എ റൈസ് ടു ആർ ബൈ എ ബി പ്ലസ് 1 ദ ഹോൾ റൈസ് ടു ആർ എന്ന് വരും. പിന്നെ അടുത്തത് എന്ത് വരും? അത് നേരെ വരും. എ റൈസ് ടു എസ് ബൈ എ ബി മൈനസ് 1 ദ ഹോൾ റൈസ് ടു എസ് എന്ന് വരും. എന്ത് ചെയ്യാം നമുക്ക്? എ ബി പ്ലസ് 1 ദ ഹോൾ റൈസ് ടു ആർ, എ ബി പ്ലസ് 1 ദ ഹോൾ റൈസ് ടു ആർ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് പോവും. ഇനി എന്താണ് കട്ട് ചെയ്യുന്നത്? എ ബി മൈനസ് 1 ദ ഹോൾ റൈസ് ടു എസും എ ബി മൈനസ് 1 ദ ഹോൾ റൈസ് ടു എസും തമ്മിൽ കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താണുള്ളത്? എ റൈസ് ടു ആർ ബൈ ബി റൈസ് ടു ആർ ഇൻറ്റു എ റൈസ് ടു എസ് ബൈ ബി റൈസ് ടു എസ്. എ റൈസ് ടു ആർ ഇൻറ്റു എ റൈസ് ടു എസ് എങ്ങനെയാണ് ചെയ്യുന്നത്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. എന്താണ്? എ റൈസ് ടു എം പ്ലസ് എൻ അല്ലേ. അപ്പോൾ ഇതെന്ത് വരും? എ റൈസ് ടു ആർ പ്ലസ് എസ്. താഴെ എന്ത് വരും? ബി റൈസ് ടു ആർ പ്ലസ് എസ്. ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ ബി കണ്ടോ? എ റൈസ് ടു ആർ പ്ലസ് എസ് ബൈ ബി റൈസ് ടു ആർ പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബൈ ബി ദ ഹോൾ റൈസ് ടു ആർ പ്ലസ് എസ് അല്ലേ. എ റൈസ് ടു ആർ പ്ലസ് എസ് ബൈ ബി റൈസ് ടു ആർ പ്ലസ് എസ് എന്താണ്? എ ബൈ ബി ദ ഹോൾ റൈസ് ടു ആർ പ്ലസ് എസ് ആണ്. അപ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി നോക്കിക്കേ. ബി ബൈ എ ദ ഹോൾ റൈസ് ടു ആർ പ്ലസ് എസ് അതാണോ വരേണ്ടത്? അല്ല. ചിലപ്പോൾ എന്താണ് കൺഫ്യൂഷൻ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എ ആണ് ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി എ ബൈ ബി ദ ഹോൾ റൈസ് ടു ആർ പ്ലസ് എസ് ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഇതും എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോം എല്ലാം അല്ലെങ്കിൽ ഇക്വേഷൻസ് എല്ലാം നമുക്ക് അറിയാമെങ്കിൽ എന്താണ്? എ റൈസ് ടു 10 ഇൻറ്റു ബി റൈസ് ടു മൈനസ് 7 ഇൻറ്റു സി റൈസ് ടു മൈനസ് 4 ബൈ എ റൈസ് ടു മൈനസ് 5 ഇൻറ്റു ബി റൈസ് ടു 2 ഇൻറ്റു സി റൈസ് ടു 5. എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ എങ്ങനെയാണ് ചെയ്യുന്നത്? എ റൈസ് ടു എം മൈനസ് എൻ അല്ലേ. അപ്പോൾ എ റൈസ് ടു എം എന്ന് പറയുന്നത് എ റൈസ് ടു 10 ആണ്. ഡിവൈഡഡ് ബൈ എ റൈസ് ടു മൈനസ് 5 എന്ത് വരും? എ റൈസ് ടു എം മൈനസ് എൻ. എം എന്ന് പറയുന്നത് 10 ആണ്. 10 മൈനസ് എം എൻ എന്ന് പറയുന്നത് മൈനസ് 5 ആണ്. അപ്പം 10 മൈനസ് -5 എത്രയാണ്? 10 പ്ലസ് 5 അല്ലേ? 15 അല്ലേ. അപ്പം എ റൈസ് ടു 15 ആണ് വരുന്നത്. ഓപ്ഷനകത്തിൽ എ റൈസ് ടു 15 ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഓപ്ഷൻസ് അല്ല എന്ന് മനസ്സിലായി. അടുത്ത് നോക്കിയേ. ബി റൈസ് ടു -7 ഡിവൈഡഡ് ബൈ ബി റൈസ് ടു 2. എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ. എ റൈസ് ടു എം മൈനസ് എൻ അല്ലേ. -7 -2 എത്രയാണ്? -7 -2 -9 അല്ലേ. അപ്പോൾ എന്ത് വരും? ബി റൈസ് ടു -9 വരും. 2 ഓപ്ഷനിലും ബി റൈസ് ടു -9 ആണോ? അല്ല. ആദ്യത്തെ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ ബി റൈസ് ടു -9. നമുക്ക് ബാക്കി ചെയ്യേണ്ടി പോലും വന്നില്ല. ഓപ്ഷൻ എ ആണെന്ന് കിട്ടി. അപ്പോൾ എന്താണ്? ബാക്കി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് തന്നെ ഉത്തരം കിട്ടുകയുള്ളൂ. നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്താണ്? ഓൾമോസ്റ്റ് അല്ല, അത് തന്നെയാണ് ഉത്തരം. ഉറപ്പിച്ചോണം. അത്രയും സമയം നമുക്ക് ലാഭിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പൊക്കോണം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. കെ റൈസ് ടു എ ദ ഹോൾ റൈസ് ടു ബി മൈനസ് സി ഇൻറ്റു കെ റൈസ് ടു ബി ദ ഹോൾ റൈസ് ടു സി മൈനസ് എ ഇൻറ്റു കെ റൈസ് ടു സി ദ ഹോൾ റൈസ് ടു എ മൈനസ് ബി ഇൻറ്റു എക്സ് റൈസ് ടു 0 മൈനസ് 1. എന്താണ്? ചോദ്യമൊക്കെ കാണുമ്പോൾ വലിയ എന്തോ ചോദ്യം പോലെ നമുക്ക് തോന്നും. എനിക്ക് പണ്ട് രസം ഉണ്ടായിരുന്നു. ഇതുപോലെ വേരിയബിൾസ് ഒക്കെ ഇട്ട് വരുന്ന ഫുൾ വേരിയബിൾസിൽ വരുന്ന ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ഞാനത് വിടും. കാരണം എന്താണ്? അത് കുറേ ചെയ്യാനുണ്ടെന്നൊരു തോന്നൽ വരും. അങ്ങനെ എന്താണ്? ഞാനത് പഠിച്ചിട്ടില്ല എന്നൊക്കെ ഒരു തോന്നൽ മനസ്സിലേക്ക് വന്നിട്ട് ഞാൻ ആ ചോദ്യം അങ്ങ് വിടുകയാണ് ചെയ്യാറ്, സമയം കളയണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ചോദ്യം ഒന്ന് മൊത്തത്തിൽ വായിച്ചു നോക്കണം. ചിലപ്പോൾ എന്തായിരിക്കും? ഏറ്റവും എളുപ്പമുള്ള ചോദ്യം അതായിരിക്കും. ഈ ചോദ്യം അതുപോലുള്ള ഒരു ചോദ്യമാണ്. ഈ വേരിയബിൾസ് എല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്? കുറച്ച് പാടുള്ള ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ചെയ്യാനുണ്ട്, നമുക്ക് മടുപ്പ് തോന്നുന്ന ഒരു ചോദ്യമായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷേ എന്താണ്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കുക. അവസാനത്തെ ഭാഗം കണ്ടോ? എക്സ് റൈസ് ടു 0 എന്താണ്? എനി നമ്പർ റൈസ് ടു 0. അതായത് ഏതൊരു നമ്പറിൻ്റെയും പവറായിട്ട് 0 വന്നു കഴിഞ്ഞാൽ ഉത്തരം എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെ പവറിൽ 0 വന്നാലും, അതിപ്പോൾ 110 റൈസ് ടു 0 എന്ന് വന്നാലും, 1000 റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ, 1 കോടി റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉത്തരം? 1 ആണ് ഉത്തരം. അപ്പോൾ ഏത് നമ്പറിൻ്റെ പവറിൽ 0 വന്നാലും ആൻസർ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇതെന്താണ്? എക്സ് റൈസ് ടു 0 എന്താവും? 1 ആകും. 1 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 0 കൊണ്ടൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്തും വന്നോട്ടെ, 0 കൊണ്ടൊരു നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് വരുന്നത്? 0 തന്നെയല്ലേ വരുന്നത്.
ആ 0 കൊണ്ടല്ലേ നമ്മൾ ഈ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം 0 കൊണ്ട് ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് തന്നെയാണ് ഉത്തരം വരുന്നത്? 0 ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ 0 ആണ്. വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ എന്തോ സംഭവമാണെന്ന്. പക്ഷേ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ടില്ലേ 0 എല്ലാം കൂടെ വന്നിട്ട് എന്താണ് ആൻസർ 0 ആയിട്ട് മാറി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ. 65/25 the whole raised to -3/2 into 2/5 the whole raised to 4 divided by fifth root of 32 the whole raised to -3. ഇപ്പം നെഗറ്റീവ് പവർ വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ? നെഗറ്റീവ് പവർ വരികയാണ്. ഇപ്പോൾ 5 raised to -4 5 raised to -4 എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? അത് 1/5 raised to 4 എന്നാണ് അർത്ഥം. എന്താണ്? ഒരു നെഗറ്റീവ് പവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ബേസിനെ റെസിപ്രോക്കൽ ചെയ്യുക. 5ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 1/5 ആണ്. അതിനുശേഷം താഴെ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ നമ്മുടെ പവർ എന്താണോ വരുന്നത് അതിൻ്റെ സിമ്പിൾ മാറ്റിയിട്ട് അത് പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 5 raised to -4 എന്ന് കഴിഞ്ഞാൽ എന്താണ്? 1/5 raised to 4 ആണ്. ഇനി 7 raised to -3 എന്നാണെങ്കിൽ അതെങ്ങനെ നമുക്ക് എഴുതാം? 1/7 raised to 3 എന്ന് എഴുതാം. അപ്പോൾ 1/7 raised to 3 എന്ന് പറഞ്ഞാൽ 7 raised to -3 ആണെന്നും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 7 raised to -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/7 raised to 3 ആണെന്നും അറിഞ്ഞിരിക്കുക. അത്രയും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. അങ്ങനെയെങ്കിൽ 64/25 the whole raised to -3/2 നമുക്ക് എങ്ങനെ ഇത് പോസിറ്റീവ് പവറായിട്ട് എഴുതാം? 64/25 എന്ന് പറയുന്ന ഒറ്റ നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നേരെ റെസിപ്രോക്കൽ എഴുതുക. റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ എന്ത് വരും? 25/64 എന്ന് വരും. 25/64 the whole raised to 3/2 പവറിൻ്റെ സിമ്പിൾ മാറി ഇൻറ്റു 2/5 the whole raised to 4 ഡിവൈഡഡ് ബൈ ഫിഫ്ത്ത് റൂട്ട്. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ അതായത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ് ടു 1/2 ആണ്. ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ് ടു 1/3 ആണ്. സിക്സ്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ് ടു 1/6 ആണ്. അതുപോലെ ഫോർത്ത് റൂട്ട് 1/4 ആണ് റേസ് ടു. അങ്ങനെയെങ്കിൽ ഫിഫ്ത്ത് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? റേസ് ടു 1/5 ആണ്. അതുപോലെ ഇനി ഒരു 16ാമത്തെ റൂട്ട് 16th റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റേസ് ടു 1/16 ആണ്. ഇത് നിങ്ങൾ ഓർത്തിരുന്നോണം. ഫിഫ്ത്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ് ടു 1/5 ആണ്. ഇനി 32 raised to -3 നമുക്ക് എങ്ങനെ എഴുതാം? 32 എന്ന് പറഞ്ഞാൽ 2 raised to 5 അല്ലേ? അപ്പം 2 raised to 5 the whole raised to -3 എന്ന് എഴുതരുതോ? 32 raised to -3 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 raised to -3 ആയി. പിന്നെ ഫിഫ്ത്ത് റൂട്ട് എത്രയാണ്? 1/5 ആണ്. ഫിഫ്ത്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഇനി നമുക്കിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 3/2 3/2നെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചതാണ് a raised to m into a raised to n എന്ന് പറയുന്നത് എന്താണ്? a raised to m plus n ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പം 25/64 raised to 1 into 25 raised to 64 raised to 1/2 എന്ന് നമുക്ക് എങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? a raised to m into a raised to n ഫോം അല്ലേ? ഇത് m ഇത് n. അപ്പം a raised to m plus n 1 plus 1/2 എത്രയാണ്? 3/2 അല്ലേ? അപ്പം നമുക്ക് ആ 25/64 raised to 3/2നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതരുതോ? 25/64 raised to 1 into 25 raised to 64 raised to 25/64 raised to 1/2 എന്ന് എഴുതാം. അടുത്തത് 2 raised to 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 16 ആണ്. അതുപോലെ തന്നെ 5 raised to 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 625 ആണ്. ഇനി നമുക്കിത് നോക്കാം. ഡിവൈഡഡ് ബൈ എന്ത് വരും? 2 raised to 5 the whole raised to -3 എത്രയാണ്? a raised to m the whole raised to n a raised to m into n ആണ്. അപ്പോൾ 5 into -3 എത്രയാണ്? 15 ആണ്. അപ്പം 2 raised to -15 വരും. 2 raised to -15 the whole raised to 1/5 വന്നാൽ എന്താണ്? അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. -15 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? -3 അല്ലേ? അപ്പം 2 raised to -3 എന്നല്ലേ ലാസ്റ്റ് വരുന്നത്? 2 raised to -3 എത്രയാണ്? 1/2 raised to 3 ആണ്. 1/2 raised to 3 എന്ന് പറഞ്ഞാൽ 1/8 ആണ്. നമുക്ക് കിട്ടി. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തു വന്നപ്പോൾ അവസാനം നമുക്ക് എന്ത് കിട്ടി? 25 raised to 25/64 raised to 1 into 25/64 raised to 1/2 into 16/625 divided by 1/8 എന്ന് കിട്ടി. അപ്പം 25/64 the whole raised to 1 എന്ന് പറഞ്ഞാൽ എത്രയാണത്? അത് 25/64 തന്നെയാണ്. ഇൻറ്റു 25/64 the whole raised to 1/2 all raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് അല്ലേ? നമ്മൾ പറഞ്ഞതാണ്. 25ന്റെ റൂട്ട് എത്രയാണ്? 5 ആണ്. അതുപോലെ 64ന്റെ റൂട്ട് എത്രയാണ്? 8 ആണ്. ഇൻറ്റു 16/625 ഇൻറ്റു ഡിവൈഡ് വരുമ്പോൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 1/8ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 8 ആണ്. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8 ഉം 8ഉം കട്ട് ചെയ്ത് പോയി.
25 ഇൻറ്റു 25 അല്ലേ 625 25ൻ്റെ സ്ക്വയർ അല്ലേ അപ്പോൾ അത് തമ്മിൽ കട്ട് ചെയ്ത് പോയി ഈ 5ഉം ഈ 25 കൂടെ കട്ട് ചെയ്ത് പോയി താഴെ 5 വന്നു 16 ഇൻറ്റു 4 ആണെന്ത് 64 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടിയത് മേളിൽ എന്തുണ്ട് 1 ഉണ്ട് താഴെ 5 ഇൻറ്റു 4 20 ആണ് അപ്പോൾ നമുക്ക് ഉത്തരം എത്രയാണ് കിട്ടിയത് 1/20 ആണ് ഓപ്ഷൻ നോക്കിക്കോ ഉണ്ടോന്ന് ദാ ഓപ്ഷൻ സി 1/20 ആണ് നമുക്ക് ഇവിടുത്തെ ഉത്തരമായിട്ട് കിട്ടിയത് എത്രയാണ് ഓപ്ഷൻ സി 1/20 ആണ് ഇവിടുത്തെ ഉത്തരം If 25 by 9 the whole raised to x plus 1 into 81 by 625 the whole raised to x minus 1 is equal to 9 by 25, then find the value of x. എക്സിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് നമുക്കിവിടെ 9/25 എന്ന് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ ക്വസ്റ്റനിലേക്ക് ഒന്ന് നോക്കി അവിടെ 25/9 കാണാം നമ്മൾ എന്ത് ചെയ്യുക അതിനെയും 9/25 ആക്കാൻ നോക്കുക നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ 25/9 the whole raised to x plus 1നെ നമ്മൾ റെസിപ്രോക്കൽ ഇടുമ്പോൾ എന്താകും 9/25 ആകും റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ എന്താവും പോസിറ്റീവ് ആണെങ്കിൽ ഇതെന്താവും നെഗറ്റീവ് ആകില്ലേ നമ്മൾ തൊട്ട് മുമ്പ് പവറിൽ പഠിച്ചതാണ് നെഗറ്റീവ് പവർ വരുമ്പോൾ പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യുക റെസിപ്രോക്കൽ എഴുതുക നമ്മൾ പറഞ്ഞു 2 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1/2 ആണെന്ന് പറഞ്ഞു ഇനി 1/2 അല്ലെങ്കിൽ 1/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും അത് മുകളിലേക്ക് വരുമ്പോൾ 2 - 2 എന്ന് വരും അപ്പോൾ ഇവിടെ നേരെ അതാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യുക മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് വരും മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് വരും അപ്പോൾ 25/9 the whole raised to x plus 1 എന്ന് പറയുന്നത് പവർ റെസിപ്രോക്കൽ ഇട്ട് വരുമ്പോൾ പവർ എന്താകും നെഗറ്റീവ് ആകും നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ് ഇൻറ്റു 81നെ നമുക്ക് എങ്ങനെ എഴുതാം 9 സ്ക്വയർ അല്ലേ 81 9 സ്ക്വയർ അതുപോലെ തന്നെ 25ൻ്റെ സ്ക്വയർ അല്ലേ എന്ത് പറയുന്നത് 625 എന്ന് പറയുന്നത് നമ്മൾ സ്ക്വയറും ക്യൂബും പഠിക്കാൻ ഇതാണ് പറയുന്നത് അപ്പം 9/25 the whole സ്ക്വയർ ആണെന്ത് 81/625 എന്ന് പറയുന്നത് അത് the whole raised to x minus 1 ഇനി എന്ത് എഴുതാം അതാണെന്ത് 9/25 എന്ന് പറയുന്നത് അപ്പം ഇവിടെ എങ്ങനെ വരും 9/25 the whole raised to നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് എക്സ് പ്ലസ് 1 എന്താവും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആകും ഇൻറ്റു എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം ഇൻറ്റു എൻ അല്ലേ അപ്പം 9/25 ദ ഹോൾ റൈസ് ടു എന്താകും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് 2x - 2 ആകും 2x - 2 ആകും അതാണ് എന്ത് 9/25 എന്ന് പറയുന്നത് എ റൈസ് ടു എം ഇത് എം ആണ് ഇൻറ്റു എ റൈസ് ടു എൻ ആണ് എന്ത് വരും എ റൈസ് ടു എം പ്ലസ് എൻ അല്ലേ വരുന്നത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 9/25 സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇവിടേക്ക് എഴുതുന്നത് നോക്കിക്കോണം അപ്പം -x - 1 പ്ലസ് 2x - 2 എന്താകും ഇവിടെ ഒരു -x ഉണ്ട് ഇവിടെ +2x ഉണ്ട് എന്താകും അത് എക്സ് ആകും അതുപോലെ തന്നെ -1 - 2 എന്താണ് -3 ആണ് അപ്പം x - 3 ആയി 9/25 ദ ഹോൾ റൈസ് ടു x - 3 എന്ന് പറയുന്നത് 9/25 ആണെന്ന് കിട്ടി 9/25 എന്ന് പറഞ്ഞാൽ 9/25 റൈസ് ടു 1 എന്നല്ലേ അർത്ഥം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി x - 3 എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടിയില്ലേ കാരണം 9/25 ദ ഹോൾ റൈസ് ടു x - 3 എന്ന് പറയുന്നത് 9/25 ദ ഹോൾ റൈസ് ടു 1 ആണ് ബേസ് സെയിം അല്ലേ അപ്പം മുകളിൽ കിടക്കുന്ന പവർ എന്തായിരിക്കും സെയിം ആയിരിക്കും ഈക്വൽ ആയതുകൊണ്ട് തന്നെ സെയിം ആയിരിക്കും അപ്പോൾ x - 3 എന്ന് പറയുന്നത് എന്താണ് 1 ആണ് അങ്ങനെയെങ്കിൽ x എന്ന് പറയുന്നത് എന്താണ് ഈ -3 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും 1 + 3 ആകും x എത്രയാണ് 4 ആണ് അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്രയാണ് ഓപ്ഷൻ ഡി 4 ആണ് അടുത്ത ചോദ്യം നോക്കിക്കേ 8/125 the whole raised to 2/3 into 27/64 the whole raised to -2/3 divided by 5/4 the whole raised to -2 നമുക്ക് നോക്കാം ഈ 8/125നെ നമുക്ക് എങ്ങനെ എഴുതാം 2 ക്യൂബ് ബൈ 5 ക്യൂബ് എന്ന് എഴുതരുതോ കാരണം എന്താണ് 2 ക്യൂബ് ആണ് 8 അതുപോലെ തന്നെ 5 ക്യൂബ് ആണ് എന്ത് 125 എന്ന് പറയുന്നത് അപ്പം 2 ക്യൂബ് ബൈ 5 ക്യൂബ് എന്താണ് 2/5 ദ ഹോൾ ക്യൂബ് അല്ലേ അപ്പം 2/5 ദ ഹോൾ ക്യൂബ് ആണ് 8/125 എന്ന് പറയുന്നത് അതേ റൈസ് ടു ദ ഹോൾ റൈസ് ടു 2/3 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതാണ്ട് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്താണ് എ റൈസ് ടു എം ഇൻറ്റു എൻ അല്ലേ എം എന്ന് പറയുന്നത് 3 ആണ് എൻ എന്ന് പറയുന്നത് 2/3 ആണ് 3 × 2/3 എന്ന് പറഞ്ഞാൽ എന്താവും 3യും 3യും കട്ട് ചെയ്ത് പോകും ബാക്കി എന്ത് വരും റൈസ് ടു 2 വരും അപ്പം 8/125 ദ ഹോൾ റൈസ് ടു -2/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2/5ൻ്റെ സ്ക്വയർ ആണ് കിട്ടി ഇനി അടുത്തത് നോക്കിക്കേ 27/64 ദ ഹോൾ റൈസ് ടു -2/3 മൈനസ് പവറിൽ വരുമ്പോൾ ഇത് പ്ലസ് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത് റെസിപ്രോക്കൽ ഇട്ടിട്ട് പവർ പ്ലസ് ആക്കി എഴുതിയാൽ മതി എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ എന്താണ് 27/64 ദ ഹോൾ റൈസ് ടു -2/3 എങ്ങനെ എഴുതാം 64/27 റെസിപ്രോക്കൽ ചെയ്തു ദ ഹോൾ റൈസ് ടു 2/3 മൈനസ് കളഞ്ഞു ഇങ്ങനെ വരും ഇനി ഈ 64നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 64 എന്താണ് 4ൻ്റെ ക്യൂബാണ്
4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 4 64 ആണ്. അപ്പോൾ 4ൻ്റെ ക്യൂബാണ് എന്ത് 64 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3യുടെ ക്യൂബാണ് എന്ത് 27 എന്ന് പറയുന്നത്. അപ്പോൾ 64/27 ദ ഹോൾ റേസ് ടു 2/3 ആണ്. എന്ത് കിട്ടി? അപ്പം ഇതിൻ്റെ ക്യൂബാണ് ദ ഹോൾ റേസ് ടു 2/3. ഇത് എന്താണ് എ റൈസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പം എ റൈസ് ടു എം ഇൻറ്റു എൻ ചെയ്യുമ്പോൾ 3യും 3യും ക്യാൻസൽ ആയി പോകും. ലാസ്റ്റിൽ എന്ത് വരും? 4/3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ആദ്യം നമുക്ക് 2/5 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അടുത്തത് നമുക്ക് 4/3 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അടുത്ത എന്താണ്? 5/4 ദ ഹോൾ റേസ് ടു -2 ആണ്. അതിനെ പ്ലസ് ആക്കാൻ എന്ത് ചെയ്യണം? 4/5 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? 2/5 ദ ഹോൾ സ്ക്വയർ കിട്ടി. അതുപോലെ തന്നെ 4/3 ദ ഹോൾ സ്ക്വയർ കിട്ടി. അത് കഴിഞ്ഞ് 4/5 ദ ഹോൾ സ്ക്വയർ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് കണക്ക് ചെയ്യാൻ എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്താണ് കിട്ടിയത്? 2/5 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു അടുത്ത എന്താണ് കിട്ടിയത്? 4/3 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ അടുത്ത എന്താണ് കിട്ടിയത്? 4/5 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം ഇവിടെ ഡിവൈഡ് ആണല്ലോ. ഡിവൈഡ് ചെയ്യാൻ നേരം ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റെസിപ്രോക്കൽ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യേണ്ടത്. അപ്പം 2/5 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 4/3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 5/4 ദ ഹോൾ സ്ക്വയർ എന്നാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ട ആ ഒരു ഫോമുല വരുന്നത്. ഇനി നോക്കിക്കേതാ ഇവിടെ ഒരു 4 സ്ക്വയർ ഉണ്ട്. ഇവിടെ ഒരു 4 സ്ക്വയർ ഉണ്ട്. കട്ട് ചെയ്തില്ലേ? ഇവിടെ 5 സ്ക്വയർ കട്ട് ചെയ്ത് പോയി. ഇവിടുത്തെ 5 സ്ക്വയർ കട്ട് ചെയ്ത് പോയി. ഇനി ഇവിടെ ആകെ ഉള്ളതൊരു 2 സ്ക്വയർ ഉണ്ട്. ഡിനോമിനേറ്ററിലൊരു 3 സ്ക്വയർ ഉണ്ട്. അപ്പോൾ 2 സ്ക്വയർ ബൈ 3 സ്ക്വയർ എന്ന് വരും. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി 4/9 ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരവായിട്ട് വരുന്നത്. If 2 raised to x is equal to 4 raised to y plus 1 and 3 raised to y is equal to 3 raised to x minus 1, then the value of x and y will be എന്താണ്? നമുക്ക് രണ്ട് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതിനുശേഷം എന്താണ്? എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ രണ്ടാമത്തെ എക്സ്പ്രഷൻ നോക്കിക്കേ. 3 raised to y is equal to 3 raised to x minus 9. എന്താണ്? രണ്ട് ബേസ് സെയിം അല്ലേ? 3 3. അങ്ങനെയാണെങ്കിൽ വൈയും എക്സ് മൈനസ് 9 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കില്ലേ? അപ്പം നമുക്ക് y എന്താണ്? y is equal to x minus 9 എന്ന് എഴുതരുതോ? അങ്ങനെയെങ്കിൽ x എന്താണ്? x is equal to y plus 9 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് എക്സ്പ്രഷൻ നോക്കാം. 2 raised to x is equal to 4 raised to y plus 1. അവിടെ ബേസ് സെയിം അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണ്? പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് സെയിം ആക്കണം. 4 raised to y plus 1 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to 2 അല്ലേ? 2 raised to 2 the whole raised to y plus 1 is equal to 2 raised to x. a raised to m the whole raised to n എന്താണ്? a raised to m plus n അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 raised to 2y plus 2 is equal to 2 raised to x എന്ന് വരും. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 2y plus 2 എന്ന് കിട്ടി. ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താണ് കിട്ടിയത്? y plus 9 ആണ്. അപ്പം y plus 9 is equal to 2y plus 2 എന്ന് കിട്ടിയില്ലേ? ഇനി എന്താണ്? ഈ വൈയെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താകും? ഇവിടെ 2y മൈനസ് y എന്താകും? y ആകും. അതുപോലെ ഈ +2 ഇപ്പുറത്ത് വരുമ്പോൾ 9 മൈനസ് 2 ആകും. y നമുക്ക് എത്ര കിട്ടി? 7 എന്ന് കിട്ടി. നമുക്ക് എക്സ് കണ്ടുപിടിക്കാതെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ വൈയുടെ വാല്യൂ 7 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? എക്സ് കൂടെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? y plus 9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. y എത്രയാണ്? 7 ആണ്. അപ്പം 7 plus 9 എത്രയാണ്? 16 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 16 കിട്ടി. വൈയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 7 ആണ് കിട്ടിയത്. ഓപ്ഷൻ നോക്കിക്കേ. 16ഉം 7ഉം ഉള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 16 7 ഉണ്ട്. എക്സിൻ്റെ വാല്യൂ ആണ് 16. ഓപ്ഷൻ എയിലും എന്താണ്? 16ഉം 7ഉം ആണ് കിടക്കുന്നത്. പക്ഷേ അവിടെ എക്സിൻ്റെ വാല്യൂ 7 എന്നും വൈയുടെ വാല്യൂ 16 എന്നുമാണ് കിടക്കുന്നത്. അതാണോ? അല്ല. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി. എക്സിൻ്റെ വാല്യൂ 16ഉം വൈയുടെ വാല്യൂ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 7ഉം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3 raised to x into 3 raised to y is equal to 9 and 25 raised to x into 5 raised to y is equal to 625. Then find the value of x, y. അതായത് 3 raised to x into 3 raised to y എന്ന് പറഞ്ഞാൽ 9 ആണ്. അതുപോലെ തന്നെ 25 raised to x into 5 raised to y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 625 ആണ്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതേ രീതിയിലുള്ള കണക്ക് തൊട്ട് മുമ്പും അതിനു മുമ്പും എല്ലാം ചെയ്തതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം താഴെ എന്ത് ചെയ്യുക? ഉത്തരം കമൻറ്റ് ചെയ്യുക. മറക്കരുത്. നിർബന്ധമായിട്ടും ചെയ്യണം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം ഉത്തരം എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. 47 raised to 7.5 divided by 47 raised to 3/2 into 47 raised to -3 എത്രയാണ്? ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 47 raised to
7.5 divided by 47/3/2 ഇൻറ്റു 47 - 3 എന്ന് പറയുന്നത് √47 എത്ര പവർ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. √47 ഏത് പവറിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 47/7.5 ഡിവൈഡഡ് ബൈ 47/3/2 എങ്ങനെ ചെയ്യും? ഒന്നുകിൽ എന്താണ് 7.5 നമുക്ക് എങ്ങനെ എഴുതാം? 15/2 എന്ന് എഴുതരുതോ? കാരണം 15/2 ഇതല്ലേ 7.5 എന്ന് പറഞ്ഞാൽ 15നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴല്ലേ 7/7.5 കിട്ടുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 3/2 നമുക്ക് എങ്ങനെ എഴുതാം? 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 1.5 എന്ന് കിട്ടും. നമുക്ക് ഏത് വേണേലും എഴുതാം. ഇപ്പോൾ 47/7.5 ഡിവൈഡഡ് ബൈ 47/3/2 എത്രയാണ്? 1.5 ആണ്. a/m ഡിവൈഡഡ് ബൈ a/n എന്താണ്? a/m-n അല്ലേ? 7.5 നിന്നും 1.5 കുറച്ചാൽ എത്ര കിട്ടും? 47/6 കിട്ടില്ലേ? 7.5 നിന്ന് 1.5 പോയാൽ 6 അല്ലേ? അപ്പോൾ 47/6 കിട്ടും. ഇൻറ്റു ഇതാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? 47/6 നമുക്ക് കിട്ടി. ഇൻറ്റു 47/3 ഇപ്പം എന്താണ്? a/m ഇൻറ്റു a/n എത്രയാണ്? a/m+n അല്ലേ? a/m എത്രയാണ്? m എത്രയാണ്? 6 ആണ്. n എത്രയാണ്? -3 ആണ്. 6 + -3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 അല്ലേ വരുന്നത്. അപ്പോൾ 47/3 എന്താണ് നമുക്കിവിടെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും എന്താണ്? ഈ -3 നമുക്ക് +3 ആക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്താലും എന്താണ്? ഇത് തന്നെ കിട്ടുകയുള്ളൂ. നോക്കിക്കേ 47/6 ഈ -3 നമുക്ക് പ്ലസ് ആക്കാൻ എന്ത് ചെയ്യണം? 1/47³ വരും. ദാ ഇപ്പോഴും എന്ത് വന്നു? 47/6 ഡിവൈഡഡ് ബൈ 47/3 വന്നില്ലേ? എന്താണ് വരുന്നത്? അപ്പം a/m ഡിവൈഡഡ് ബൈ a/n എന്ന് പറഞ്ഞാൽ a/m-1 6 - 3 എത്രയാണ്? 3 ആണ്. അപ്പം നമുക്ക് എന്ത് തന്നെ കിട്ടും? 47/3 എന്ന് കിട്ടും. അപ്പം 47/3 എന്ന് പറയുന്നത് √47 പവർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മളോട് √47 പവറിൽ എത്ര വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബേസ് സെയിം ആക്കാൻ നോക്കുക. ബേസ് സെയിം ആക്കണമെങ്കിൽ ഇവിടെ നമ്മൾ √47 ആക്കുക. അപ്പോൾ 47നെ √47 ആക്കാൻ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എന്താണ്? പവർ എന്ത് വരും? √1/2 ആണ് വരുന്നത്. അപ്പം 47നെ എന്താക്കണം? 1/2ന്റെ പവറിലാക്കി കഴിഞ്ഞാൽ എന്ത് വരും? √47 വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അവിടെ 47/1/2 ആക്കുക. 47/1/2 ആക്കി. ഇനി ഇവിടെ നമുക്ക് ആക്ച്വലി അവിടെ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 47ന്റെ ക്യൂബ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ 1/2 എഴുതി. ഇനി അത് ക്യൂബ് ആകണമെങ്കിൽ എത്രയോടെ പവർ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 1/2 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു പവർ 6 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? അത് ക്യൂബ് ആയില്ലേ? നോക്കിക്കേ a/m a/m ഇൻറ്റു n. അപ്പോൾ എന്താണ്? 1/2 × 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 അല്ലേ? അപ്പോൾ എന്താണ് ഇത്രയും? ഇവിടെ നമുക്കത് 47 √47 ആയി. അങ്ങനെയെങ്കിൽ √47 ഇവിടെ വന്നു. അപ്പം മുകളിലെ പവർ എന്ത് വരും? 6 ആണ് വരുന്നത്. ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 6 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇത് സ്ഥിരമായിട്ട് ഈ പാറ്റേണിലുള്ള ചോദ്യം RRB എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ പേനയൊന്നും എടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. 21.134 × 10⁻x is equal to 0.002134. Then find the value of x. അതായത് 21.134നെ 10 ഏതോ ഒരു പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.002134 എന്ന നമ്പർ കിട്ടും. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ, അതായത് ആ പവറിൽ വരുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊരു സംഖ്യ അല്ലെങ്കിൽ ഡെസിമലുള്ള ഏതൊരു സംഖ്യയെ നമ്മൾ 10ന്റെ പവറോ അല്ലെങ്കിൽ 10 കൊണ്ടോ 100 കൊണ്ടോ 1000 കൊണ്ടോ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? റൈറ്റ് സൈഡിലോട്ടാണ് ഡെസിമൽ മാറുന്നത്. ഇവിടെ നമുക്ക് ഉത്തരത്തിൽ വന്നപ്പോൾ ഡെസിമൽ എങ്ങോട്ടാണ് മാറിയിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലോട്ടാണ് മാറിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് മാറുന്നത് എപ്പോഴാണ്? നമ്മൾ 10 അല്ലെങ്കിൽ 100 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പോയിന്റ് എന്ത് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്ക് മാറുന്നത്. ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്? ഡിവിഷനാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേഷനല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. 10ന്റെ ഏതോ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്. എന്താണ്? നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉത്തരമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പവർ വരുന്നത് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. നെഗറ്റീവ് നമ്പർ പവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നേരെ 1/10⁻x അല്ലേ? അപ്പോൾ അതെന്താകും? ഓൾറെഡി ഡിവൈഡ് ആകും. 1/10⁻x എന്ന് പറഞ്ഞാൽ നമ്മളെ 10⁻x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമാകും. അപ്പോൾ എന്തായിരിക്കും? പവർ നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പവർ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ 10ന്റെ ഏതോ ഒരു പവർ കൊണ്ട് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഓൾറെഡി എത്ര ഡെസിമലാണുള്ളത്? 1 2 3 3 ഡെസിമലാണുള്ളത്. അപ്പോൾ ആൻസറിൽ എത്ര ഡെസിമലൂടെ മാറിയിട്ടുണ്ട് നോക്കിക്കേ. ഈ 1.34 ഇവിടെ ആയിരുന്നു ഡെസിമൽ കടന്നത്. അവിടെ എത്ര ഡെസിമലൂടെ മാറിയിട്ടുണ്ട്? 1 2 3 4 4 ഡെസിമലുകളെ 4 പ്ലേസ് കൂടെ എന്ത് മാറിയിട്ടുണ്ട്? ലെഫ്റ്റിലേക്ക് മാറിയിട്ടാണ് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്. അപ്പം
4 സീറോ ഉള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്നാണ് അതിനർത്ഥം. 4 സീറോ എന്ന് പറയുമ്പോൾ 10ന്റെ പവറിൽ എത്ര വരും? 10⁴ ആണ് വരുന്നത്. അപ്പോൾ എത്ര വരും? 10⁴ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് വരേണ്ടത്? നെഗറ്റീവ് നമ്പറല്ലേ വരേണ്ടത്. അപ്പോൾ ഏതാണ് ഉത്തരം? നമ്മുടെ ഓപ്ഷൻ ബി -4 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി -4 ആണ്. 21.134നെ 10⁻⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 0.00211134 എന്ന ആൻസർ കിട്ടുന്നത്. If 32/243 the whole raised to k is equal to 8/27, then the answer will be k is equal to dash. എന്താണ്? 32/243 the whole raised to k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/27 ആണ്. അങ്ങനെയെങ്കിൽ കെയുടെ വാല്യൂ എത്രയാണ്? നമുക്ക് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? 32/243. അപ്പുറത്ത് എന്താണ്? 8/27. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു രീതിയിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുമോ നോക്കുക. അതായത് ബേസ് സെയിം ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ വരുന്ന രീതിയിൽ എങ്ങനെയും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നോക്കുക. പറ്റുമല്ലോ. എന്താണ് 32 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 എന്ന് പറഞ്ഞാൽ 2⁵5 ആണ്. 32 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2⁵5 ആണ്. അതുപോലെ 243 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3⁵5 ആണ്. ദ ഹോൾ റേസ് ടു കെ എന്ന് വരും. അതായത് 2/3 ദ ഹോൾ റേസ് 2/3 ആണേ. 2/3⁵5 ദ ഹോൾ റേസ് ടു കെ എന്ന് വരും. അപ്പുറത്ത് എന്ത് വരും? 8 ആണ്. 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2³ ആണ്. 27 എന്ന് പറഞ്ഞാൽ 3³ ആണ്. 2/3 ദ ഹോൾ ക്യൂബ് എന്ന് വരും. ഇപ്പോൾ എന്ത് കിട്ടിയതാ? a⁻m ഇൻറ്റു n വന്നു. a⁻m ദ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ a⁻m ഇൻറ്റു n അല്ലേ. അപ്പോൾ 5k എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് കിട്ടി? 3 ആണെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ k എത്രയാണ്? 3/5 ആണ്. ഓപ്ഷൻ ഉണ്ടോ? അതാ ഓപ്ഷൻ എ എത്രയാണ്? 3/5. അപ്പോൾ ഇവിടുത്തെ ഉത്തരം കെയുടെ ആൻസർ എത്രയാണ്? കെയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? 3/5 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? ബേസ് അപ്പുറത്തും ഇപ്പുറത്തും ഏകദേശം സെയിം രീതിയിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുമോ നോക്കുക. എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. If a is equal to 0.1 plus root of 0.9, b is equal to 0.1 minus root of 0.9, then find the value of a square plus b square. നമുക്ക് a എത്രയാണെന്ന് തന്നിട്ടുണ്ട്, b എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? a² + b² ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട എളുപ്പത്തിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ വേരിയബിളോട് ഇവിടെ കൊടുക്കാം. 0.1ന് x എന്നും റൂട്ട് ഓഫ് 0.9 നമുക്ക് y എന്നും കൊടുക്കാം. അപ്പം a എത്രയായി? x + y അല്ലേ കിടക്കുന്നത്. നോക്കിയേ, 0.1 x ആണ്, റൂട്ട് ഓഫ് 0.09 y ആണ്. അപ്പോൾ a എന്ന് പറയുന്നത് എന്താണ്? x + y ആണ്. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ എന്താണ്? x + y ദ ഹോൾ സ്ക്വയർ ആണ്. b² എന്ന് പറഞ്ഞാൽ എത്രയാണ്? x - y ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പം a² + b² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ വരും? x + y ദ ഹോൾ സ്ക്വയർ പ്ലസ് x - y ദ ഹോൾ സ്ക്വയർ വരും. x + y ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? x² + y² + 2xy ആണ്. പ്ലസ് x - y ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? x² + y² - 2xy ആണ്. -2xyയും +2xyയും പോവും. പിന്നെ എന്താണ്? x² + y² + x² + y² എത്രയാണ്? 2 × x² + y². x² എത്രയാണ്? ഓക്കെ, 2 × x² എത്രയാണ്? 0.1. 0.1 × 0.1 അതാണ് x² എന്ന് പറയുന്നത്. 0.1 × 0.1 എന്ന് പറയുന്നത് എത്രയാണ്? 0.01 ആണ്. ഇനി റൂട്ട് ഓഫ് 0.9ന്റെ ഹോൾ സ്ക്വയർ എത്രയാണ്? റൂട്ട് അങ്ങ് ക്യാൻസൽ ആയി പോകും. എത്ര വരും? 0.9 വരും. 0.9 ഓക്കെ, നമുക്ക് ബാക്കി ചെയ്യാം. 0.9 പ്ലസ് എത്രയാണ്? 0.01 ആണ്. എന്ത് വരും? 1 വരും, 9 വരും. 0.91 എന്ന് വരും. 0.91 × 2 എത്രയാണ്? 91 × 2 എത്രയാണ്? 182 ആണ്. അപ്പോൾ എന്താണ്? ക്വസ്റ്റിനകത്തിൽ എന്തുണ്ട്? 2 പ്ലേസ് ഇപ്പുറത്ത് മാറി ഡെസിമൽ ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ എന്ത് വരണം? 2 പ്ലേസ് ഇപ്പുറത്ത് മാറി ഡെസിമൽ വരണം. എത്രയാവും അത്? 1.82 ആണ്. ഓപ്ഷൻ ഉണ്ടോ? അതാ ഓപ്ഷൻ എത്രയാണ്? 1.82. ഇവിടുത്തെ ആൻസറും എത്ര തന്നെയാണ്? ഓപ്ഷൻ എ 1.82 ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത് എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്താണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്? 3 × 1/4 ദ ഹോൾ റേസ് ടു 4 - 4 × 1/3 ദ ഹോൾ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 3 × 1/4 ദ ഹോൾ സ്ക്വയർ - 4 × 1/3 ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ റൂട്ട് ഇത്രയും ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾസ് കൊടുക്കാം. 3 × 1/4 നമുക്ക് എന്ത് കൊടുക്കാം? a എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? a⁻4 എന്ന് വരും.
4 ആൻഡ് 1/3ക്ക് നമ്മൾ ബി എന്ന് കൊടുക്കുന്നു. ബി റൈസ് ടു 4 എന്ന് എഴുതാം. ബൈ 3 ആൻഡ് 1/4 നമ്മൾ എ അല്ലേ കൊടുത്തത്. എ സ്ക്വയർ മൈനസ് 4 ആൻഡ് 1/3ക്ക് ബി ആണ് കൊടുത്തത്. ബി സ്ക്വയർ എന്ന്. അപ്പം എ റൈസ് ടു 4 മൈനസ് ബി റൈസ് ടു 4 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി എ റൈസ് ടു 4 മൈനസ് ബി റൈസ് ടു 4 നമുക്ക് എങ്ങനെ എഴുതാം? ഇതറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോണം. എ റൈസ് ടു 4 മൈനസ് ബി റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. അപ്പം എ റൈസ് ടു 4 മൈനസ് ബി റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. സംശയമുള്ളവരും ചെയ്ത് നോക്കി. എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എത്രയാണ്? എ റൈസ് ടു 4 ആണ്. എ സ്ക്വയർ ഇൻറ്റു മൈനസ് ബി സ്ക്വയർ എത്രയാണ്? മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ ആണ്. ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എത്രയാണ്? പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ ആണ്. അടുത്ത എന്ത് വരും? ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എത്രയാണ് വരുന്നത്? മൈനസ് ബി റൈസ് ടു 4 വരും. എന്താ? എ സ്ക്വയർ ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് മൈനസ് 1 കട്ട് ചെയ്ത് പോയി. ബാക്കി എന്താണ് വന്നിരിക്കുന്നത്? എ റൈസ് ടു 4 മൈനസ് ബി റൈസ് ടു 4. അപ്പം എ റൈസ് ടു 4 മൈനസ് ബി റൈസ് ടു 4 നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് എഴുതാം. ഒരു മിനിറ്റ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് മനസ്സിലായി. എ റൈസ് ടു 4 മൈനസ് ബി റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറും എന്ത് ചെയ്യും? കട്ട് ചെയ്തു പോവും. ബാക്കി എന്താണുള്ളത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണുള്ളത്. അപ്പം എ സ്ക്വയർ കണ്ടുപിടിക്കണം. എ എത്രയാണ്? 3 ആൻഡ് 1/4 അല്ലേ? നമുക്കതിനെ ഒന്ന് ഇംപ്രോപ്പറിലേക്ക് മാറ്റിയാലോ? മിക്സഡിലാണ് കിടക്കുന്നത്. നമുക്കതിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റാം. 4 ഇൻറ്റു 3 എത്രയാണ്? 12. 12 പ്ലസ് 1 13 ആണ്. അപ്പം 13/4 ആണ് വരുന്നത്. അപ്പം സ്ക്വയർ വരുമ്പോൾ എന്ത് വരും? 13/4 ദ ഹോൾ സ്ക്വയർ വരും. പ്ലസ് അടുത്ത എന്താണ്? 4 ഇൻറ്റു 3 12. 12 പ്ലസ് 1 13 ആണ്. 13/3 ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 13 സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കരുതോ? കാരണം രണ്ടിടത്തും 13 ഉണ്ട്. 13/4 എന്ന് പറഞ്ഞാൽ 13 ഇൻറ്റു 1/4 എന്നാണ്. ഒരു സ്ക്വയർ റൂട്ട് ഉണ്ട്. അപ്പോൾ എന്താണ്? ഒരു 13 സ്ക്വയർ എന്ത് വരും? നമ്മൾ കോമൺ ആയിട്ട് എടുക്കും. ഇൻറ്റു ഇവിടെ എന്താണ് ബാക്കിയുള്ളത്? 1/4ൻ്റെ സ്ക്വയർ ആണ്. 1/4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/16 ആണ്. പ്ലസ് 1/3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/9 ആണ്. അപ്പോൾ എങ്ങനെ വരും? 13 സ്ക്വയർ ഇൻറ്റു എത്രയാണ്? 9 പ്ലസ് 16 25/16 ഇൻറ്റു 9. അത് എത്രയെങ്കിലും ആയിക്കോട്ടെ. ഇങ്ങനെ വരും. നമുക്ക് ലാസ്റ്റ് ആ ഒരു എക്സ്പ്രഷൻ്റെ, അതായത് 3/1/4 ദ ഹോൾ റൈസ് ടു 4 മൈനസ് 3 ആൻഡ് 1/4 ദ ഹോൾ റൈസ് ടു 4 മൈനസ് 4 ആൻഡ് 1/3 ദ ഹോൾ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 3 ആൻഡ് 1/4 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൻഡ് 1/3 ഹോൾ സ്ക്വയർ എന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ എങ്ങനെ നമുക്ക് വരും? 13 സ്ക്വയർ ഇൻറ്റു 25/16 ഇൻറ്റു 9 എന്ന് വരും. അതിനുശേഷം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ കിട്ടി. ഇനി എന്താണ്? ആ ഒരു സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം 13 സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. 13ൻ്റെ സ്ക്വയറിൻ്റെ റൂട്ട് എത്രയാണ്? 13 ആണ്. അടുത്ത എത്രയാണ് വന്നിരിക്കുന്നത്? 25. 25ൻ്റെ റൂട്ട് എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. താഴെ എന്തുണ്ട്? 16ഉം 9ഉം ഉണ്ട്. 16ൻ്റെ റൂട്ട് എത്രയാണ്? 4 ആണ്. 9ൻ്റെ റൂട്ട് എത്രയാണ്? 3 ആണ് വരുന്നത്. നമുക്ക് എന്ത് കിട്ടി? 13 ഇൻറ്റു 5 എത്രയാണ്? 65 ആണ്. താഴെ എത്ര വരും? 4 ഇൻറ്റു 3 12 ആണ് വരുന്നത്. 65 ഡിവൈഡഡ് ബൈ 12. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷനിനകത്തിൽ 65/12 ഉണ്ടെങ്കിൽ എന്ത് എഴുതുക? അത് എഴുതുക. പക്ഷേ ചിലപ്പോൾ എന്താണ്? ഓപ്ഷനിൽ എന്തായിരിക്കും? ഇവിടെ ചോദ്യത്തിൽ മിക്സഡ് ഫ്രാക്ഷനിലാണ് വന്നതുകൊണ്ട് തന്നെ ചിലപ്പം ഓപ്ഷനിൽ ഉത്തരത്തിലും എന്തായിരിക്കും? മിക്സഡ് ഫ്രാക്ഷൻ ആയിരിക്കും ഓപ്ഷനിൽ കാണുന്നത്. അപ്പോൾ 65/12 ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? 65/12 ചെയ്യുക. 65 ഡിവൈഡഡ് ബൈ 12 എത്ര വരും? 5 വരും. 60 വരും. റിമൈൻഡർ എത്ര വരും? 5 വരും. അപ്പോൾ മിക്സഡിൽ എഴുതുക. ക്വോഷ്യൻ്റ് എത്രയാണ്? 5 ആണ്. 5 ആൻഡ് 5/12 വരും. 65/12 എങ്ങനെ വരും? മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ 5 ആൻഡ് 5/12. ഒന്നെങ്കിൽ 65/12 അല്ലെങ്കിൽ 5 ആൻഡ് 5/12 ആണെന്ത് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 999,999 ഹോൾ ക്യൂബ്. അതായത് 999ൻ്റെ ക്യൂബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോൾ വന്നാലും നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്ന രീതിയിലായിരിക്കും എന്ത്? അതിൻ്റെ ഉത്തരം വരുന്നത്. ഇവിടെ എന്താണ്? 999ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 999 ഇൻറ്റു 999 ഇൻറ്റു
999. നിങ്ങൾക്ക് എന്താണ് ഡിവിസിബിലിറ്റി റൂളൊക്കെ നല്ല രീതിയിൽ അറിയാമല്ലോ. നമ്മൾ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിനെ എന്താണ് 9ൻ്റെ മൾട്ടിപ്പിളാണ്, ഇത് 9ൻ്റെ മൾട്ടിപ്പിളാണ്, ഇത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ എന്താണ് 9ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ എന്താണ് ഉത്തരം വരുന്നത് എന്തായിരിക്കും? 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ജസ്റ്റ് ഓപ്ഷൻസിൽ നമുക്ക് നോക്കാം. ആദ്യത്തേത് ഇതെന്തായാലും ഇത്ര എന്താണ് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ബാക്കി എന്താണ് 7 5 12. ഇതല്ല വരുന്നത്. 9 9 9 വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ബാക്കി നമ്പേഴ്സ് നോക്കിയാൽ മതി. 7 3 എത്രയാണ്? 10. അപ്പോൾ ഇതുമല്ല വരുന്നത്. അടുത്ത എത്രയാണ്? 7 4 11. ഇതുമല്ല വരുന്നത്. അടുത്ത എത്രയാണ്? 7 2 9 വരുന്നുണ്ട്. ബാക്കിയെല്ലാം 9 ആണ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് പേന എടുക്കേണ്ട ആവശ്യം പോലും വന്നില്ല. നമുക്ക് എന്താണ് ഡിവിസിബിലിറ്റി അറിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓപ്ഷനിൽ നിന്ന് ഈസി ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചു. ഇഫ് ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 25. എന്താണ് സം ഓഫ് 2 നമ്പേഴ്സ്? രണ്ട് നമ്പറിൻ്റെ സമ്മ് 25 ആണ്. അപ്പം എക്സ് പ്ലസ് വൈ എത്രയാണ്? 25 ആണ്. ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് 136. എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എത്രയാണ്? 136 ആണ്. ദെൻ ഫൈൻഡ് ദ സം ഓഫ് ദെയർ ക്യൂബ്സ്. അതിൻ്റെ ക്യൂബിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. അതായത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്താണ്? ഐഡൻറ്റിറ്റി എന്താണ്? എ ക്യൂബ് പ്ലസ് വി ക്യൂബ് അല്ലെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു, അറിയാത്തവർ നോട്ട് ചെയ്തോണം, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ ആണ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ട്? എക്സ് പ്ലസ് വൈ ഉണ്ട്, എക്സ് വൈ ഉണ്ട്. നമുക്ക് എന്തുകൂടെ വേണം ഇനി കണ്ടുപിടിക്കണമെങ്കിൽ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൂടി വേണം. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇനി എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ നമുക്കറിയാമല്ലോ. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ? എക്സ് പ്ലസ് വൈ 25 ആണ്. 25ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 ആണ്. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ആണ്. എക്സ് വൈ 136 ഉണ്ട്. അപ്പം 2xy എത്രയാണ്? 136 ഇൻറ്റു 2 എത്രയാണ്? 260 272 വരും. അങ്ങനെയെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയാണെന്ന് നമുക്ക് കിട്ടി? 625 മൈനസ് 272 ആണ്. 3 വരും. 12 നിന്ന് പോയാൽ 5 വരും. അടുത്ത 5 2 പോയാൽ 3 വരും. 353. കറക്റ്റ് അല്ലേ? 353 അല്ലേ വരുന്നത്? 5 2 പോയാൽ 3 വരും. 12 7 പോയാൽ 5 വരും. ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ 5 ആണ്. 5 2 പോയാൽ 3 വരും. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് 353 എന്ന് കിട്ടി. ഇനി എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? എന്താണ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബിൻ്റെ വാല്യൂ? എക്സ് പ്ലസ് വൈ, അതായത് 25 ഇൻറ്റു എത്ര വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. 25 ഇൻറ്റു എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിലൊന്ന് നോക്കാം. കാരണം 25ൻ്റെ മൾട്ടിപ്പിളാണ് ഉത്തരവെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 25ൻ്റെ മൾട്ടിപ്പിളിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ലാസ്റ്റ് 2 ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കും? 25ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? 25ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓപ്ഷൻസ് നോക്കിക്കേ. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റ് 25 ആണ്. 25ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? നമുക്ക് ഉത്തരവായിട്ട് വരാൻ സാധ്യതയുള്ള ഓപ്ഷനാണ്. ഈ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 24 വരുന്നത്. ഈ ഓപ്ഷൻ ഒരിക്കലും എന്താണ് നമ്മുടെ ഉത്തരമായിട്ട് വരത്തില്ല. കാരണം നമ്മുടെ ഉത്തരം 25ൻ്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം 25 ഇൻറ്റു എന്ന് പറഞ്ഞാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? അവസാനത്തെ 2 ഡിജിറ്റ് 25 ആണ്. 25 എന്ന് പറയുന്നത് എന്താണ്? 25ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ആ ഓപ്ഷനും എന്താണ്? ഉത്തരമായിട്ട് വരാം. ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഉത്തരമായിട്ട് വരില്ല. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 353 ആണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ. എക്സ് വൈ എത്രയാണ്? 136 ആണ്. 353 നിന്ന് 136 പോയാൽ എത്രയാണ്? 25 ഇൻറ്റു 3 7 വരും. 4 3 പോയാൽ 1 വരും. 217. 25 ഇൻറ്റു 217 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഉത്തരമായിട്ട് കിട്ടുന്നത്. നിങ്ങൾ 25 ഇൻറ്റു 217 ചെയ്ത് നോക്കുക. 25 ഇൻറ്റു 217 എങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം? 217 ഒരു മിനിറ്റ് ഒന്ന് വായിച്ചോട്ടെ. ഓക്കെ, 25 ഇൻറ്റു 217 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ പെട്ടെന്ന് ചെയ്യാം നോക്കാം. നമുക്കിതിനെ 100 ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാമല്ലോ. ഇതിനെ 100 ആക്കണേ എന്ത് ചെയ്യണം? ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വാല്യൂ മാറാതിരിക്കാൻ എന്ത് ചെയ്യണം? താഴെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഒരു 4 കൊണ്ട് ഡിവൈഡ് കൂടെ ചെയ്യുക. അപ്പോൾ എന്താണ്? വാല്യൂ മാറില്ല. അപ്പോൾ ഇതെന്തായി? 100 അപ്പം 217 00 ഡിവൈഡഡ് ബൈ 4 എന്താണ്? ഈസി ആയിട്ട് കിട്ടിയില്ലേ? 217 00 ഡിവൈഡഡ് ബൈ 4 ആണ് എന്ത്? 217 ഇൻറ്റു 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ്? വാല്യൂവിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പവുമായി. പെട്ടെന്ന് ചെയ്യാം. എത്രയുണ്ട്? 5 ടൈംസ് ഉണ്ട്. 17 വരും. 17ൽ
4 ടൈംസ് ഉണ്ട്. 54 കിട്ടി. 54 കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഏതാണ്? ഓപ്ഷൻ എ ആണ്. നമ്മൾ ബിയും ഡിയും ഓൾറെഡി എലിമിനേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 54 എന്ന് വന്നപ്പോൾ തന്നെ നമ്മുടെ 2 ഓപ്ഷൻസേ നമുക്ക് വരാൻ സാധ്യതയുള്ളൂ. അതിൽ 54ൽ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ എ. അത്രയും സമയം കൂടെ ലാഭിക്കാം. ഇതുപോലുള്ള എക്സാംസിനൊക്കെ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പോലും എന്താണ്? വളരെ വിലപ്പെട്ട സമയമാണ്. 1 സെക്കൻഡ് ആണെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ വളരെ വിലപ്പെട്ട സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പം എങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും, ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാ ഇവിടെ 54 കിട്ടി. നമ്മൾ ബാക്കിയും കൂടെ ഇപ്പോൾ ചെയ്യാൻ പോവുകയാണെന്നാണ് നമുക്ക് 54 25 കിട്ടും. അതിലിപ്പോൾ 2 3 സെക്കൻഡ് കൂടെ എടുത്തിട്ടായിരിക്കും നമുക്ക് 25 കൂടെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഓപ്ഷനിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതുമ്പോൾ വീണ്ടും ഒരു 2 സെക്കൻഡ് കൂടെ പോകും. ഇപ്പോൾ എത്ര മൊത്തം ഒരു 4-5 സെക്കൻഡ് അവിടെ നമുക്ക് നഷ്ടം വരും. പക്ഷേ ഈ 54 കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിൽ ഒറ്റ ഓപ്ഷനുള്ള 54 തുടങ്ങുന്നത് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പം തന്നെ നമ്മൾ എന്താണ് അത് മാർക്ക് ചെയ്താൽ നമുക്ക് അവിടെ 2-3 സെക്കൻഡ് ലാഭിക്കാം. അത് ഇതുപോലുള്ള എക്സാംസിന് വളരെ വിലപ്പെട്ട സമയമാണ്. അതുകൊണ്ട് ഇതെപ്പോഴും ഓർത്തിരിക്കുക.